നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ വാഹന ലോകത്തെ ഏറ്റവും പുതിയ ചില വിശേഷങ്ങളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുകയാണ്. കയ്യിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിയാണ്. അപ്പോ ആദ്യം ഹ്യുണ്ടായിയുടെ ആ ക്ലിക്ക് ടു ബൈ 2.0 പ്ലാറ്റ്ഫോം തന്നെ എടുക്കാം. അതിലൊരു വോയിസ് സെർച്ച് ഫീച്ചർ വന്നിട്ടുണ്ടല്ലോ. അതെന്താണ് സംഭവം? അത് ശരിക്കും ശ്രദ്ധേയമാണ്. അതായത് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് എളുപ്പമാക്കാൻ കാർ ബുക്ക് ചെയ്യാൻ വെറുതെ ബുക്ക് ഹ്യുണ്ടായി ക്രേറ്റ എന്നൊന്ന് പറഞ്ഞാൽ മതി. അത്രയുള്ളോ? അതെ, ഇതൊരു ഇൻഡസ്ട്രി ഫസ്റ്റ് ഫീച്ചറാണ്. കാർ വാങ്ങൽ പ്രക്രിയ കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. കൊള്ളാം. സംഭാഷണം വെച്ച് ബുക്ക് ചെയ്യുക അല്ലേ? വേറെന്തൊക്കെയുണ്ടതില്? ലോൺ കാര്യങ്ങളോ? അതും എളുപ്പമാക്കിയിട്ടുണ്ട്. അതായത് പേപ്പർ വർക്ക് ഒന്നുമില്ലാതെ ഏകദേശം 12 ബാങ്കുകളിൽ നിന്ന് തൽക്ഷണം ലോൺ കിട്ടുമോ എന്നറിയാം. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റും ആവശ്യവും ഒക്കെ വെച്ച് ഒരു മികച്ച 3 വേരിയന്റുകൾ സിസ്റ്റം തന്നെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ താരതമ്യം ചെയ്യാനും പറ്റുമായിരിക്കും. ഉറപ്പായും 3 വേരിയന്റുകൾ വരെ താരതമ്യം ചെയ്യാം. അതോടെ തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. ശരി. ഈ ഓൺലൈൻ സൗകര്യമൊക്കെ കൂടുമ്പോഴും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലേ? മാരുതി സുസുക്കി വിക്ടോറിയസിന്റെ പുതിയ റേറ്റിംഗ് വന്നല്ലോ. അതെ, അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഭാരത് NCAPൽ 5 സ്റ്റാർ കിട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിലും 5 സ്റ്റാർ. ആഹാ, ഗ്ലോബലിലും കിട്ടിയോ? അതെ, ഇത് ഇന്ത്യൻ കാറുകളുടെ സുരക്ഷ കൂടുന്നു എന്നതിന്റെ നല്ലൊരു സൂചനയാണ്. സ്കോറുകൾ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? മുതിർന്നവരുടെ സുരക്ഷയിൽ 34-ൽ 33.72 പോയിന്റും കുട്ടികളുടെ സുരക്ഷയിൽ 49-ൽ 41 പോയിന്റും. നല്ല സ്കോറാണ്. കൊള്ളാം. പിന്നെ ആ വാഹനത്തിന്റെ ബോഡി ഷെൽ സ്റ്റേബിൾ ആണെന്നും ടെസ്റ്റിൽ കണ്ടു. ഓക്കെ, അപ്പോ സുരക്ഷ കൂടുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ടാറ്റ നെക്സോൺ EVയിൽ ഒരു പുതിയ ഫീച്ചർ. ശരിയാണ്. നെക്സോൺ EVയുടെ ടോപ്പ് വേരിയന്റിൽ എംപവേർഡ് പ്ലസ് A എന്നൊരു വേരിയന്റിൽ ഇപ്പൊ ലെവൽ 2 ADAS സൂട്ട് വന്നിട്ടുണ്ട്. ലെവൽ 2 ADAS? അതെ, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള സൗകര്യങ്ങൾ. വിലയിൽ കാര്യമായ മാറ്റമുണ്ടോ? ഉണ്ട്. 17.29 ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില. അതായത് നിലവിലെ എംപവേർഡ് പ്ലസ് വേരിയന്റിനേക്കാൾ ഒരു 30,000 രൂപ കൂടും. ഈ ADAS നമ്മുടെ നാട്ടിലെ റോഡിൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ട്. അതൊരു ചർച്ചാ വിഷയമാണ് ശരിക്കും. പിന്നെ ഈ ഫീച്ചർ തൽക്കാലം 45 കിലോവാട്ട് ബാറ്ററി പാക്കിൽ, അതായത് വലിയ ബാറ്ററി പാക്കിൽ മാത്രമേ കിട്ടൂ. ശരി. ഇനി ഇന്ധനത്തിന്റെ കാര്യത്തിലേക്ക് വരാം. പെട്രോളിലെ എഥനോൾ അളവ്, അതിനെക്കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓട്ടോകാർ ഇന്ത്യ ഒരു ലാബ് ടെസ്റ്റ് നടത്തി. അതിൽ സാധാരണ പെട്രോളിലും പിന്നെ XP95 പെട്രോളിലും ഏകദേശം 20% എഥനോൾ ഉണ്ടെന്ന് കണ്ടു. അപ്പോ E20 തന്നെയാണല്ലേ? അതെ, സർക്കാരിന്റെ ലക്ഷ്യം E20 ആണല്ലോ, അതിനനുസരിച്ചാണ്. പക്ഷേ IOCLന്റെ ഏറ്റവും കൂടിയ പെട്രോൾ, ആ XP100, അതിലോ? അവിടെയാണ് വ്യത്യാസം. XP100ൽ എഥനോൾ അളവ് വളരെ കുറവാണ്, 0.2% താഴെ. അതായത് ഫലത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ അതിലെന്താണ്? അതിൽ എഥനോളിന് പകരം MTBE എന്ന് പറയുന്ന ഒരു ഓക്സിനേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 12.38%. MTBE? മെഥിൽ ടേർഷ്യറി ബ്യൂട്ടൈൽ ഈഥർ. അതും ഇന്ധനത്തിന്റെ നിലവാരം കൂട്ടാനുള്ളതാണ്. അപ്പോ സാധാരണ എഥനോൾ സെൻസറുകൾക്ക് ചിലപ്പോൾ ഇത് എഥനോളായി തെറ്റിദ്ധരിക്കാം. അത് വ്യക്തമായി. ഇനി വരാനിരിക്കുന്ന ഒരു വണ്ടിയെക്കുറിച്ച്. ഹ്യുണ്ടായിയുടെ അടുത്ത തലമുറ വെന്യൂ, അതിന്റെ എൻലൈൻ മോഡല് ടെസ്റ്റ് ചെയ്യുന്നതായി കണ്ടെന്ന് കേട്ടല്ലോ. ശരിയാണ്. പുതിയ വെന്യൂ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ ഈ സ്പോർട്ടി ലുക്കുള്ള എൻലൈൻ വേരിയന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ ഉറപ്പിച്ചു? ടെസ്റ്റ് ചെയ്ത വണ്ടിയിൽ ഡ്യുവൽ എക്സോസ്റ്റ് കണ്ടു. അത് സാധാരണ എൻലൈൻ മോഡലുകളിലാണ് കാണാറ്. വേറെന്തെങ്കിലും? പിന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററുകൾ കണ്ടു, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് ലൈറ്റുകളും. ഇതൊക്കെ ചിലപ്പോൾ സാധാരണ വേരിയന്റിലും ഉണ്ടാവാം. എഞ്ചിൻ മിക്കവാറും ആ 1.0 ലിറ്റർ ടർബോ പെട്രോൾ തന്നെയാവും. 120 HP പവർ ഉള്ളത്. ഓക്കെ, അപ്പോ കാർ വാങ്ങുന്നത് ഡിജിറ്റലായി എളുപ്പമാകുന്നു, വാഹനങ്ങൾ കൂടുതൽ സേഫ് ആകുന്നു, EVകളിൽ പുതിയ ടെക്നോളജി വരുന്നു, ഇന്ധനത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നു, പുതിയ മോഡലുകൾ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരക്കുള്ള സമയമാണല്ലേ? അതെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റങ്ങളൊക്കെ, ഈ ഡിജിറ്റൽ സൗകര്യം, കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ, EVയിലേക്കുള്ള മാറ്റം, ഇതൊക്കെ ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങളുടെ അടുത്ത വണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ആ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ്. ശരിയാണ്. നിർമ്മാതാക്കൾ തമ്മിലുള്ള ഈ മത്സരം നമുക്ക് കൂടുതൽ നല്ല സുരക്ഷിതമായ വാഹനങ്ങൾ തരുമോ, അതോ വില കൂടുക എന്നതാണോ ആത്യന്തികമായി സംഭവിക്കുക? അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ നിർത്താം. അടുത്ത തവണ പുതിയ വിഷയങ്ങളുമായി കാണാം.